ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 kg കേക്കല്ല, 2 kg വരുന്ന ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പിയാണ്. 1 kg ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് 2 kg വരുന്ന ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യുവാണ്. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിന് വേണ്ടിയ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പഞ്ചസാര ക്യാരമൽ ചെയ്യുന്നതിലാണ് നമ്മുടെ കേക്കിൻ്റെ കളറിൻ്റെ ഒക്കെ ഒരു ഇതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഞാൻ ഒരു 1.25 കപ്പോളം വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ക്യാരമലായി വരുന്ന സമയത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പഞ്ചസാര ഇവിടെ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കരിച്ച് കളയരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തിളച്ച് പൊങ്ങി കയ്യിലേക്കൊക്കെ വീഴും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് കട്ട കെട്ടുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ക്യാരമൽ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് 250 ml കപ്പിൽ തന്നെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂണോളം കറുവപ്പട്ട പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുവപ്പട്ട പൊടിച്ചത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ കറുവപ്പട്ട പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്താലാണ് നമ്മൾ ക്യാരറ്റ് കേക്കിന് നല്ല കറക്റ്റായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 3 തവണ അരിച്ചെടുക്കണമെന്നൊന്നുമില്ല. 1 തവണ അരിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് ക്യാരറ്റ് ചിരകി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1.5 കപ്പ് ഈന്തപ്പഴം ചോപ്പ് ചെയ്തതും 3/4 കപ്പോളം കാഷ്നട്ട് ക്രഷ് ചെയ്തതും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 6 മുട്ട മതിയാവും. മുട്ട ഇത്രയും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഒരു 2 കപ്പോളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 കപ്പോളം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയും ആ പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത് 1 കപ്പ് ക്യാരമലുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരമൽ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാറ്ററിൻ്റെ കളർ നന്നായിട്ട് മാറും. അതാണ് നമ്മുടെ കേക്കിന് നല്ല കളർ കൊടുക്കുന്നത്. കണ്ടു, ഇപ്പോൾ തന്നെ അത് മുഴുവനും ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓവനിൽ ചെയ്യുന്നവരാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന്
പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിവിടെ മൈദയൊക്കെ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മൈദയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഈന്തപ്പഴം, നട്ട്സിൻ്റെയൊക്കെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 2-3 തവണയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ട് മിക്സായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് 10 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. 1 മണിക്കൂറാണ് സമയം വെക്കുന്നത്. ചിലപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നേരത്തെ ആയിന്ന് വരും, അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം വെക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ശക്തിയിൽ ടാപ്പ് ചെയ്യണ്ട. അങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈന്തപ്പഴവും നട്ട്സൊക്കെ അടിയിലേക്ക് താന്നു പോവും. അപ്പോൾ ചെറുതായിട്ട് മാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 50 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓവൻ തുറന്നിട്ട് കുറച്ച് നട്ട്സൊക്കെ അതിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓർഡർ കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്ന്. കാരണം ക്യാരറ്റ് കേക്കും അതുപോലെ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഒരു 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാരറ്റ് കേക്കിൻ്റെ കളറൊക്കെ ഒന്നും കൂടി ചേഞ്ച് ആവും കേട്ടോ. കണ്ടോ, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് 2 കിലോ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, റിച്ച് ആയിട്ടുള്ള കേക്കാണ്. ഇതിന് 1 kg റേറ്റ് വരുന്നത് 500 ആണ്. ഇപ്പോൾ 2 kg വന്നിട്ട് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ക്യാരറ്റ് കേക്ക് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.